നമസ്കാരം. സനാതന സർക്കാർ ഭരിക്കുമ്പോൾ ഭാരതീയ സംസ്കാരവും ഹൈന്ദവ വിശ്വാസങ്ങളും എത്രമാത്രമാണ് വിരാജിക്കപ്പെടുന്നത് എന്നത് കുംഭമേളയിലൂടെ കാണാൻ സാധിക്കും. നേരെ മറിച്ച് നിരീശ്വരവാദികൾ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളിൽ ആചാര ലംഘനവും ഹൈന്ദവ വിശ്വാസത്തിനെതിരായുള്ള ഗൂഢമായ പ്രവർത്തനങ്ങളുമാണ് നടമാടുന്നത്. ഏറെ സാധ്യതകൾ ഉണ്ടായിട്ടും കപട മതേതര രാഷ്ട്രീയ കോമരങ്ങളുടെ കൈകളിൽ ഞെരിഞ്ഞമരുകയാണ് പുണ്യ പൂങ്കാവനവും ഇന്ത്യ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളും. ഇതിനെല്ലാം അറുതി വരുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സനാതന ധർമ്മത്തെ നെഞ്ചേറ്റുന്ന ഒരു സർക്കാരും സനാതന വിരോധികളായ സർക്കാരും എപ്രകാരം ഹൈന്ദവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും വില കൽപ്പിക്കുന്നുവെന്ന് ഇരു തീർത്ഥാടനങ്ങളും മനസ്സിലാക്കി തരികയാണ്. ലോകം ഉറ്റുനോക്കുന്ന കുംഭമേളയ്ക്കായി ലോകോത്തര നിലവാരമുള്ള സംവിധാനങ്ങളാണ് യോഗി ആദിത്യനാഥ് നയിക്കുന്ന ഡബിൾ എഞ്ചിൻ സർക്കാർ ഒരുക്കിയത്. നൂതന സാങ്കേതിക വിദ്യകളും കൃത്യമായ ആസൂത്രണവും കൊണ്ട് കുംഭമേള ലോകശ്രദ്ധ ആർജിക്കുമ്പോൾ സംഘാടന പിഴവ് കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും കേരളത്തിലെ ഇന്ത്യ സർക്കാർ നയിക്കുന്ന ശബരിമല തീർത്ഥാടനം വാർത്തകളിൽ ഇടം പിടിക്കുന്നു. 40 കോടി തീർത്ഥാടകരാണ് 45 ദിവസം നീണ്ടു നിൽക്കുന്ന കുംഭമേളയിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. AI ക്യാമറകൾ, അണ്ടർ വാട്ടർ ഡ്രോണുകൾ, 7 ലെയർ സുരക്ഷാ സംവിധാനങ്ങൾ, പുതുതായി നിർമ്മിച്ച 12 കിലോമീറ്റർ ഘാട്ട് എന്നിവയെല്ലാം മേള നടത്തിപ്പ് സുഗമമാക്കുന്നു. 7500 കോടി രൂപയാണ് ഈ പരിപാടിയുടെ ചെലവിനായി പ്രതീക്ഷിക്കുന്നത്. 5400 കോടി രൂപ സംസ്ഥാനവും 2100 കോടി രൂപ കേന്ദ്രവും വഹിക്കുന്നു. സംസ്ഥാനത്തിന്റെ മൊത്തം സാമ്പത്തിക മേഖലയ്ക്ക് 2 ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനവും ഇത് നേടിക്കൊടുക്കുമെന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ GDP-യിലേക്ക് 1% സംഭാവന നൽകുകയും ചെയ്യും. ശബരിമലയുടെ കാര്യം മറ്റൊന്നാണ്. ഈ സീസണിൽ മാത്രം 440 കോടി രൂപയോളം ശബരിമലയിൽ നിന്നും സർക്കാരിന് വരുമാനമായി ലഭിച്ചു. കഴിഞ്ഞ കാലങ്ങളിലും ഭീമമായ വരുമാനം ശബരിമല കേരള സർക്കാരിന് നേടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും വേണ്ട രീതിയിൽ സജ്ജീകരണങ്ങൾ ഒരുക്കി ശബരിമല തീർത്ഥാടനം സുഗമമാക്കാൻ സനാതന വിരുദ്ധരായ ഇന്ത്യ സർക്കാർ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. മികവുറ്റ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും അയ്യപ്പന്മാർക്ക് കിട്ടാ കനി തന്നെയാണ്. 40 കോടി തീർത്ഥാടകരാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെങ്കിലും 100 കോടി തീർത്ഥാടകർക്കായുള്ള സജ്ജീകരണങ്ങൾ കുംഭമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനായി ഡിജിറ്റൽ കുംഭ 2025 വഴി 2750 ക്രൗഡ് സർവേ ക്യാമറകളും 24/7 ICCC കേന്ദ്രങ്ങളും 10 ഡിജിറ്റൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് കേന്ദ്രങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നേരെ മറിച്ച് ശബരിമലയിൽ ഇന്ത്യ സർക്കാരിന്റെ പാളിപ്പോയ വെർച്വൽ ക്യൂ സംവിധാനം ഭക്തരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. 3 ദിവസത്തോളം കാത്തിരുന്നാണ് പലരും ദർശനം പൂർത്തിയാക്കിയത്. ശബരിമലയ്ക്കടുത്തുള്ള പ്രധാന കേന്ദ്രമായ കോട്ടയത്ത് കൊച്ചു മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും KSRTC ബസ്സിനായി 20 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായി.